ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടും കഴിക്കാൻ പറ്റിയ ഒരു പാൻ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ പാൻ കേക്ക് നമ്മൾ പല രീതിയിൽ ചെയ്യും കേട്ടോ. വളരെ ഈസിയാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് വൈകുന്നേരത്തെ സ്നാക്കായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് നമ്മൾക്കും കഴിക്കാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയൊക്കെ ആയിട്ട് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ സൂപ്പറായിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ ഇത് ഞാനിവിടെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ങൻപഴമാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദയുടെ അളവാട്ടോ കാണിക്കുന്നത്. അതിന് ഞാനിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഴുത്ത ങൻപഴമാണ്, ഒരുപാട് പഴുത്ത് പോകരുത്, അത്യാവശ്യം പഴുത്ത രീതിയിലുള്ള ങൻപഴമാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് അളവിൽ മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൈദപ്പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. അപ്പോൾ മൈദപ്പൊടിയും 1 കപ്പ്, ആ 1 കപ്പ് അളവിൽ തന്നെ പാലാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പാലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ചേർക്കുന്നത് മുട്ടയാണ്. ഇപ്പോൾ മുട്ട ചേർക്കാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ 1 കോഴിമുട്ട ചേർക്കുക. പിന്നെ മുട്ടയുടെയൊക്കെ ആ ഒരു സ്മെല്ല് ചിലവർക്ക് ഇഷ്ടപ്പെടില്ല, അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് മാത്രം 1/4 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു 2.5 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഏത് മധുരവും ചെയ്യുമ്പോൾ ഒരു പിഞ്ച് ഉപ്പിടില്ലേ, അതുപോലെ വളരെ കുറച്ച് ഉപ്പ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഇപ്പോൾ നമ്മൾ പേര് പറയുമ്പോൾ തന്നെ അറിയാം, പാൻ കേക്ക് അല്ലേ, അപ്പോൾ എന്താണെങ്കിലും ഒരു ബേക്കിംഗ് എഫക്റ്റ് ആയിരിക്കും അതിന് വരുന്നത്. ബേക്കിംഗ് പൗഡറും കൂടി ഇട്ടിട്ട് ഞാൻ ഇതുപോലെ മിക്സിയിൽ നല്ല സ്മൂത്തായിട്ടുള്ള ഒരു ടെക്സ്ചറിലാണ് അരച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ഈ ങൻപഴത്തിൻ്റെ ഒരു ഫ്ലേവർ, ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. അത് നമ്മളത് അരച്ചെടുത്തിട്ട് ഒരുപാട് നേരം വെക്കുകയൊന്നും വേണ്ട, ഉടനെ തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതൊന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒന്നില്ലെങ്കിൽ ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും മാത്രം ഉപയോഗിക്കുക, വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇടുക. ലോ ഫ്ലെയിമിലേക്ക് ഇടരുത്, മീഡിയം ഹൈറ്റിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ആ തവി കൊണ്ട് ഒരു തവി ഒഴിച്ചിട്ടുണ്ട്, അതൊന്ന് സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെറിയ ചെറിയ കുമ്പളകൾ വരുമ്പോൾ നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സൈഡ് ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴാണ് ഇത് കറക്റ്റ് കുക്കായിട്ട് നമ്മൾ ഇതിൽ നിന്ന് എടുക്കുന്നത്. പിന്നെ നമ്മളിതിലേക്ക് പഞ്ചസാരയൊക്കെ ഇട്ടേക്കുന്ന കാരണം ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് കുമിളുകൾ വരുമ്പോൾ തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തേക്കണം. അല്ലാന്നുണ്ടെങ്കിൽ മധുരം കാരണം കൂടുതൽ നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഏകദേശം ഓരോ സൈഡിനും ഒരു 45 സെക്കൻഡൊക്കെ മതിയാവും ഇതൊന്ന് നന്നായിട്ട് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വളരെ ടേസ്റ്റായിട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നും ഒരു സൈഡായിട്ടൊന്നും വേണ്ട, നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. പിന്നെ നമ്മൾ സെർവ് ചെയ്യണതിന് തൊട്ട് മുന്നേ ആയിട്ട് കുറച്ച് തേനൊന്ന് അതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കണേ. പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.